ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാൾ പോലും ഇന്ന് ഇവിടെ വിട്ടു പോകരുത്. കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കുക, ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത്. ദാറ്റ് ഈസ് ജഗൻസ് ലോ ഓഫ് ഡ്രിങ്കിങ്. ഇതെന്താ എന്താ ശാരടി? കിരീടം, 6-ാം തമ്പുരാന്റെ കിരീടം. 6-ാം തമ്പുരാൻ? അതെ, 5-ാം തമ്പുരാൻ ദത്തൻ തമ്പുരാന് ശേഷമുള്ള തലമുറയിലെല്ലാം മോഴകളായിരുന്നു. ആണും പെണ്ണും കെട്ടവഹ. ഇപ്പോഴാ ഈ കോലത്തൊരു തമ്പുരാൻ ഉണ്ടായത്. ഞങ്ങൾക്ക് ഇത് 6-ാം തമ്പുരാനാ. ദിസ് ഈസ് എ കിരീടധാരണം. ഐ ഡ്രിങ്ക് വെരി മച്ച് whiskey today. Today alla tonight. Okay മംഗളം. Yeah, ambitions. പക്ഷെ ഞങ്ങളെയൊക്കെ വിട്ട് സാറ് പൊയ്ക്കളയല്ലോ. അധികം നാൾ ഇവിടെ കാണുകയില്ലെന്നല്ലേ പറയുന്നത്. ഒരു നിയോഗമാ തമ്പുരാനെ ഇവിടെ എത്തിച്ചത്. അത്ര എളുപ്പമൊന്നും കൊണ്ടുവന്ന അനിയത്തിക്കാവിലമ്മ പറഞ്ഞയക്കില്ല പിള്ളേ. തമ്പുരാൻ, കൊളപ്പുള്ളിന്ന് ചിലര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. കൊളപ്പുള്ളിന്ന് ചിലര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. വിളിക്കൂ. ആരാണാവോ? അപ്പം തമ്പുരാനാ? ആനയാവില്ല, ആനപ്പിണ്ടങ്ങളാവും. ഇരിക്ക എഴുതച്ചാ, ഇരിക്ക. വന്നത് എന്റെ അതിഥികളാണ്. അവരെ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടത് ഞാനാണ്. എന്താ കൊളപ്പുള്ളിക്കാരി വൈകിയ നേരത്ത്? ആ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ആ, എന്തായി കോലം പൊളിക്കണ കാര്യം? എന്ന് തുടങ്ങാനാ പരിപാടി? അതൊന്ന് ചോദിച്ചറിയാൻ അപ്പം തമ്പുരാൻ പറഞ്ഞു. തമ്പുരാനോട് പറയൂ, ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. എന്ന് വെച്ചാ പൊളിക്കണില്ലാന്നോ? ഏയ് എന്നല്ല, പൊളിക്കണം. അതിപ്പോ എങ്ങനെ വേണമെന്നാണ്. ബോംബ് വെച്ച് തകർത്താലോ എന്നൊരു ആലോചന പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേബർ ചാർജ് ഭയങ്കരല്ലേ. ബോംബാണെങ്കിൽ ഈസിയാണ്, മലപ്പുറത്ത് സാധനം കിട്ടും. വേറെ ഒരു ഐഡിയ, പുരയ്ക്ക് തീ കൊടുത്താലോന്ന്. അപ്പൊ കത്തുന്ന പുരയെന്ന് കഴുക്കോലൂരുക, പുര കത്തുമ്പോ വാഴ നടുക എന്നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം. അല്ല, വേറെ സജഷൻസ് അല്ലാണ്ട് പറയാം. എന്താ കളി പറയാ? ആളെ പൊട്ടറാക്കുക? അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധമുണ്ടോ? അല്ല ഫ്രണ്ട്, ഈ കോലം പൊളിക്കാനിട്ട് നിങ്ങൾ അപ്പം തമ്മിൽ ഉറക്കം കിട്ടണല്ലേ? അല്ല, അത് വല്ലാത്തൊരു സൂക്കറാണല്ലോ. ഹലോ, കോലം തൽക്കാലം പൊളിക്കാൻ പോണില്ല. അത് താനല്ല തീരുമാനിക്ക. ചക്കാത്തിന് കുടിക്കാനും നക്കാനും കിട്ടണുണ്ട്, ആയിക്കോ. പക്ഷെ ആളാകാൻ നിക്കണ്ട. എറപ്പാളി, ചക്കാത്തിന് നിന്നെ നിന്റെ ഭാര്യ വിട്ടു വന്നോട് ആരെങ്കിലും? കൊളപ്പുള്ളി അപ്പന്റെ എച്ചിൽ പട്ടി. കയ്യാങ്കളി വേണ്ട, വെക്കോളൂ. ഞാനിവിടെ കുറച്ചു നാൾ താമസിക്കാനാ തീരുമാനം. അത് മടുക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. പൊളിക്കാം, കത്തിക്കാം, ഞാൻ അറിയിക്കാം. ഇപ്പൊ പൊയ്ക്കോളൂ. ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തില് തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഈ മണ്ണിൽ കഴിയണമെങ്കിൽ അത് കൊളപ്പുള്ളി അപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ, ആർക്കായാലും. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തു എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. ആജ്ഞകളുടെ വാറോലകളുമായി ഇനി ആരും പുഴ കടന്ന് കണിമംഗലത്തേക്ക് വരണമെന്നില്ല. മനസ്സിലായെങ്കിൽ പോവാം. എന്താ ഇതെല്ലാരും വീഴ്ചയിക്കണേ? ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ വെറുതെ ഒന്ന് വരട്ടാൻ. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും 4 വാക്ക്, അല്ലേ ഗോവിന്ദൻകുട്ടി? ശംഭോ മഹാദേവ. പിള്ളേ ഒഴുക്കി പിള്ളേ.
ഗോവർദ്ധന ഗിരീശം സ്മരാമി ഗോവർദ്ധന ഗിരീശം സ്മരാമി ആനിശം ഗോവർദ്ധന ഗിരീശം ഗോവർദ്ധന ഗിരീശം സ്മരാമി ആനിശം ഗോപികാരി മനോഹരം. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? മ്യൂസിക് പ്രാക്ടീസോ? ശരിയാവില്ല, ഇതൊന്നും ഇവിടെ ശരിയാവില്ല. രാവിലെ മനുഷ്യൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന സമയത്ത് സാ പി സാ ഗ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്ന സാധനം അലർജിയ. അതും പെൺകുട്ടികൾ ഇങ്ങനെ തൊണ്ട കീറുന്നതും സിന്ദാബാദ് വിളി പോലെ കുറെ കുട്ടികൾ ഇങ്ങനെ ഏറ്റുപാടുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. കുട്ടികളെ നിങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? വീട്ടിൽ നിന്ന് മ്യൂസിക് ട്യൂഷൻ അയക്കുന്നത്. ആ, അത് ശരി. അപ്പൊ ട്യൂഷനാ? ഇയാളാവും ടീച്ചർ. ഫീസും വാങ്ങുന്നുണ്ടാവും അല്ലേ? പിന്നെ കാശ് മാത്രമല്ല, ഞങ്ങൾ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗുരുകുല സമ്പ്രദായ. അത് ശരി. അപ്പൊ ഇവിടെ ഇതൊരു സൈഡ് ബിസിനസ് ആണല്ലേ? അങ്ങനെയല്ല, ഈ കിട്ടണ ദക്ഷിണ കൊണ്ടാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു വിടണം. ആയിക്കോളൂ ആയിക്കോളൂ, വിരോധമില്ല. പക്ഷേ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഈ ക്ലാസ് നടത്തുന്ന സ്ഥലത്തിന്റെ വാടക കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? എന്താ ടീച്ചറെ, അത് ന്യായമല്ലേ? നമുക്കിത് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യണ്ടേ? സംസാരിക്കാം, നിങ്ങൾ പൊക്കോളൂ. വേണ്ട, അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ. ഇപ്പൊ ഞാൻ പോവാ, ക്ലാസ് നടക്കട്ടെ. കുട്ടികളെ വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഫീസിന്റെ പുറമെ ചക്കയും മാങ്ങയൊക്കെ വാങ്ങി തട്ടുന്നല്ലേ? പഠിപ്പിക്കൂ, ശരിക്കും പഠിപ്പിക്കൂ. സാ പാ സാ സാ പാ സാ ആ പാ ധ പി സാ നീ പാ ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. ആ, എന്താ ഉണ്ണിമയെ, അറിയോ? അറിയിച്ചരാം. നിങ്ങളെയോ? നിങ്ങളെ അറിയാത്തവരാരെങ്കിലും ഈ നാട്ടിലുണ്ടോ? കോലവും വിറ്റിട്ടും നീയും തമ്പുരാനും ഇവിടെ തന്നെയാ കഴിയണെന്ന് എന്നാ വാരസേരെ കണ്ടപ്പോഴാ അറിഞ്ഞേ. എങ്ങടെന്ന് വെച്ചിട്ട് ഇറങ്ങല്ലേ മോളെ? കഷ്ടം. ഞാൻ എപ്പോഴും പറയും നിന്റെ ഒരു യോഗം. എന്റെ യോഗത്തെക്കുറിച്ച് മീനാക്ഷിയമ്മ ഉണ്ടല്ലോ സങ്കടപ്പെടാൻ. പക്ഷെ ഈ പെൺകുട്ടികളുടെ യോഗോ? കെട്ടിയൊരുക്കി നിങ്ങൾ കൊണ്ടു നടക്കണ ഈ കുട്ടിയോളെ ഇടയ്ക്ക് അതും കൂടിയൊന്ന് ഓർക്കണത് നന്നാവും. ഓ, നിന്റെ നാക്കിനോട് ഞാനില്ലേ? എവിടേക്കാ? നിക്ക് ജഗന്നാഥൻ തമ്പുരാനെ ഒന്ന് കാണണം. അത് കോലോത്ത പഠിപ്പരക്ക് ഇപ്പുറത്ത് വെച്ച് മതി, അങ്ങട്ട് ഞാൻ കടത്തില്ല. അത് പറയാൻ നിനക്കെന്താ അധികാരം? ജഗന്നാഥൻ തമ്പുരാന്റെ അല്ലേ കോവിലം? കോലവും ജഗന്നാഥൻ തമ്പുരാന്റെയോ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടരുടെയോ ഒക്കെ ആവും. നിങ്ങളെ ഈ കുട്ടികളെ ഈ മണ്ണി കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കൊച്ചമ്പലാട്ടി, അമ്മായി തമ്പുരാനെ കാണാൻ വന്നതാ. നിങ്ങൾ തടസ്സം നിൽക്കരുത്, അവരിങ്ങ് കേറിക്കോട്ടെ. ഓഹോ, അപ്പൊ താനാ ക്ഷണിച്ചതല്ലേ? വൈകാതെ പോകുന്നത് നല്ലതെന്ന് ഇവരോട് പറഞ്ഞേക്ക്. ഇവരുടെ ആട്ട് കേൾക്കാനാ നീ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മായി വേണ്ടടോ, ഞങ്ങള് പോവാ. ഇവരുടെ കലിയിളക്കത്തിന്റെ കാര്യം മനസ്സിലാവണുണ്ട്. വെറുതെ അല്ല ഇവിടെ ഒന്ന് ഇറങ്ങാതെ കൂടിയിരിക്കണേ. തമ്പുരാനെ നീ പൂട്ടി വെച്ചോ. ഏത് തരക്കാരിയായിരുന്നു തള്ളാന്ന് നിന്റെ പ്രകൃതം കൊണ്ട് അറിയാലോ. പോവാൻ ഇനി എന്തെങ്കിലും നിന്റെ വായന്ന് വീണ ചൂലെടുക്കും ഞാൻ. അമ്മായി നിങ്ങളിപ്പോ പൊയ്ക്കോളി, പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നെ കൈനീട്ടി അടിച്ച ഇവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ പേര് തോട്ടത്തിലെ മീനാക്ഷി എന്നാണെങ്കിൽ ഇവൾക്ക് കിട്ടും. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? ഈ കുട്ടിക്ക് ഇതിനുള്ള അധികാരം ആരാ കൊടുത്ത്? ഈ കുട്ടിയോടും ആ തമ്പുരാനോടും ഇവിടെ നിറങ്ങാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഇറക്കി വിടാൻ ഈ കുട്ടിക്ക് ആരധികാരം കൊടുത്തു?
എന്താ ഗോവിന്ദൻകുട്ടി കുട്ടിയൊന്നും മിണ്ടാത്ത? അധികാരമൊന്നും ഇല്ലാച്ചാലും എനിക്കിഷ്ടല്ല ഈ ജാതി അസത്ത് സ്ത്രീകളെ. അതുകൊണ്ട് ഇങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ തന്റെ ഇഷ്ടത്തിനാണോ ഇവിടെ വില? അതോ ഇതിന്റെ ഉടമസ്ഥ എന്റെ ഇഷ്ടത്തിനാണോ വില? പറയൂ. ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. വന്ന സ്ത്രീകൾ അസത്തുക്കളാണെന്ന് പറയുന്നു. ഞാനൊരു അസത്ത, ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കുള്ള സംസർഗവും അത്ര ആൾക്കാരുമായിട്ടായിരിക്കും. എന്നെ കാണാൻ വരുന്ന സന്ദർശകരുടെ യോഗ്യത അളക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതാരും സ്വയം ഏറ്റെടുക്കാൻ വേണ്ടവോ? ഇല്ല. ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പ് തരണം. ഇറക്കി വിട്ടതിന് പുറമെ താൻ ആ സ്ത്രീയെ മർദ്ദിച്ചു എന്നും പറഞ്ഞല്ലോ ഗോവിന്ദൻകുട്ടി. എന്നെക്കാളും പ്രായം കൂടിയ ഒരാളുടെ മുഖത്തടിക്കുക ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഗോവിന്ദൻകുട്ടി തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഈ കുട്ടി മിണ്ടിട്ടില്ല. അതെന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞോണ്ട. കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത കാലത്ത് മരിച്ചു പോയതാ എന്റെ അമ്മ. അമ്മയുടെ പേരോ നാടോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഇഷ്ട. അമ്മയെ കുറിച്ച് ചീത്തയായിട്ട് ആരെങ്കിലും പറഞ്ഞ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. ഞാൻ അടിച്ചു പോയതാ. വേണ്ട, കരയണ്ട ഗോവിന്ദൻകുട്ടി. കുട്ടി കരയണു. കുട്ടി ഇതിന്റെ ഞാൻ പറയണ കേൾക്കും. അതായത് കരഞ്ഞ് വെറുതെ എന്താ ഉണ്ടായാവോ? ആ കുട്ടിയെയും തമ്പുരാൻ ഇറക്കാം. അതിനുള്ളൊരു ഏർപ്പാട് വേണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അവരോട് താമസിച്ചോട്ടെ. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇറക്കണ്ടെന്ന് അവരോട് താമസിച്ചോട്ടെ. തമ്പുരാൻ, തമ്പുരാന് കോടി പുണ്യം കിട്ടും. പുണ്യം വേണ്ട, അതോ ആ കുട്ടിക്ക് കൊടുത്തേക്കൂ. അപ്പൊ അമ്മായി ഏത് അമ്മായിയെ? അമ്മായിയുടെ 28. ഇനി ആ കാര്യം പറഞ്ഞോണ്ട് വന്നാൽ ചവിട്ടും തന്നെ ഞാൻ. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പൂശാ മുട്ടിക്കാണെന്ന്. പിന്നെ തനിക്ക് എന്നെ കണ്ടപ്പോ തോന്നിയോ? എന്തെങ്കിലും എപ്പോഴോ ചുമ്മാ